ഹലോ, എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു സങ്കടപ്പെടുത്തുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അതിനു മുൻപായി ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആദർശം നയനയും ഹണിമൂൺ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ദേവയാനിയുടെ അടുത്തേക്ക് ജാനകിയും അനാമികയും വരുന്നതാണ്. ഏട്ടത്തി, എന്നാലും ഇങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി. അനാമിക മോൾക്ക് എത്രമാത്രം സങ്കടമായെന്നറിയാവോ? ജാനകി പറയുന്നു. അല്ല, അതിനെന്തിനാ അനാമിക വിഷമിക്കുന്നത്? ദേവയാനി ചോദിക്കുന്നു. ഏട്ടത്തിക്ക് നന്നായി അറിയാമല്ലോ, കല്യാണം കഴിഞ്ഞ് എത്ര നാളായി. ഇതുവരെ അനിയ അനാമികയെ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? എന്നാൽ ദേ ഏട്ടത്തിയുടെ മകനെയും മരുമോളെയും ഇപ്പോൾ ഏട്ടത്തി പറഞ്ഞയച്ചില്ലേ? ഇതൊക്കെ കണ്ട് അനാമിക മോൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. എന്തായാലും ഏട്ടത്തി ഇങ്ങനൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏട്ടത്തിക്കല്ലേലും നയന തന്നെയാണല്ലോ എപ്പോഴും ഏറ്റവും വലിയ കാര്യം, ജാനകി പറയുന്നു. ഇത് കേട്ട ദേവയാനി മറുപടിയായി പറയുന്നു. ജാനകി, മതി നിർത്ത്. ഞാൻ രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതുമാത്രമല്ല, അവർ രണ്ടുപേരും ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയെന്ന് പറഞ്ഞ് ഇവളെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജാനകിക്കറിയാമല്ലോ, ഈ വീട്ടിൽ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നത് നയനയാണ്. അവരുടെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരല്ലേ ആദ്യം ഹണിമൂണിന് പോകേണ്ടത്. ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഇവളെയും നീ ഹണിമൂണിന് പറഞ്ഞേക്ക്. ഇത് കേട്ട ജാനകി പറയുന്നു. അതിനെ അനി സമ്മതിക്കണ്ടേ? അനിക്ക് മോളോട് ഒരു സ്നേഹവും ഇല്ല. ജാനകി, ഇതിനെല്ലാം ഞാൻ എന്താ പറയേണ്ടത്? ചെറിയ കുട്ടിയല്ലല്ലോ, എനിക്ക് അനിയെ അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആദർശിൻ്റെ നയനയുടെ കാര്യത്തിൽ ആദർശ് നയനെ ഒരിക്കലും ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അവർ ഒന്നായി ജീവിക്കട്ടെ. എന്നാൽ ദേവയാനി ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ട് ഉടനെ തന്നെ അനാമിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്. വല്യമ്മയുടെ മാറ്റം എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പണ്ട് വല്യമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മാത്രമല്ല വല്യമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല. എന്താ മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? നീയും എൻ്റെ മരുമോളാണ്. നീ ഒരു കാര്യം ചെയ്, അനിയോട് പോയൊന്ന് സംസാരിക്ക്. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടും ചാടിക്കടിച്ചുമൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. എന്നാൽ പകരം സ്നേഹത്തോടെയും സൗമ്യമായിട്ടും അവനോടൊന്ന് ഇടപെട്. അങ്ങനെ ചെയ്ത് അനിയുടെ മനസ്സിലൊരു ഇടം നേടാൻ നോക്ക് നീ. നിനക്ക് നന്നായി അറിയാമല്ലോ, നയന ഈ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്കോ ആദർശിനോ ഒന്നും തന്നെ നയനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല. എന്നാലും ആദർശിൻ്റെ മനസ്സിൽ അവളൊരിടം നേടി. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നല്ല സന്തോഷം ജീവിക്കുന്നതും. അതുപോലെ നീയും അനിയെ മനസ്സിലാക്കി സ്നേഹിക്ക്. അത് വല്യമ്മയ്ക്ക് അനിയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. അനിയെ ഞാൻ എത്രയൊക്കെ സ്നേഹിച്ചാലും അവൻ എന്നെ അങ്ങനെയൊന്നും തിരിച്ച് സ്നേഹിക്കില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നതും, അനാമിക പറയുന്നു. ഇതിന് മറുപടിയായി ദേവയാനി പറയുന്നു. നീ ആദ്യം അതൊന്ന് മനസ്സിൽ നിന്ന് എടുത്ത് കള. നന്ദുവും അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. അടുത്തതായി നമ്മൾ കാണുന്നത് വളരെ ദേഷ്യത്തിൽ അനിയുടെ അടുത്തേക്ക് വരുന്ന അനാമികയാണ്. എടാ, നീ ഇങ്ങനെ ഇരുന്നോ? നീ വല്ലതും അറിയുന്നുണ്ടോ? നിന്റെ പുന്നാര ഏട്ടത്തി ഏട്ടനും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയേക്കുവാണ്. നിന്നോട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞോ? ഇത് കേട്ട ഉടനെ തന്നെ അനി പറയുന്നു. ഇതെന്തിനാ എന്നോട് പറയുന്നേ? അത് നല്ല കാര്യമല്ലേ. അവർ രണ്ടുപേരും ഒരു ട്രിപ്പ് പോകണമെന്ന് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അനാമിക പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി. നിനക്ക് ഇതുവരെ എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ തോന്നിയിട്ടില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ മീശയും വെച്ച് നടക്കുന്നത്? നിന്നെക്കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല. നീ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാനേ താല്പര്യമില്ല. വെറുതെ എൻ്റെ തലയിൽ കയറാൻ വരരുത്, അനി പറയുന്നു. ഞാൻ ആരുടെയും തലയിൽ കയറാനൊന്നും വന്നതല്ല. എന്നെ നീ പുറത്തോട്ട് കൊണ്ടുപോകണം ഇപ്പം തന്നെ, അനാമിക പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് അനി തിരിച്ച് മറുപടി പറയുകയാണ്. നിൻ്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്കിപ്പോൾ നിന്നെ പുറത്തോട്ട് കൊണ്ടുപോകാൻ സൗകര്യമില്ല. നിനക്കറിയാമല്ലോ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വഴക്ക് കൂടുന്നു. ഇനി പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വേണം വെറുതെ നാട്ടുകാരെ കൂടെ നിൻ്റെ ഈ സ്വഭാവം അറിയിക്കാൻ. നീ വെറുതെ ശല്യപ്പെടുത്താൻ ഒന്ന് പോയ അനാമിക. അല്ലെങ്കിലും അവളുമാരെ പോലെ ഒന്നും എല്ലാവരെയും വളച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. കണ്ടില്ലേ, ഇപ്പോൾ വല്യമ്മ വരെ അവൾ കയ്യിലെടുത്തേക്കുക. ആ വൃത്തികെട്ടവൾ നയന, അനാമിക പറയുന്നു. ഇതിന് മറുപടിയായി അനി പറയുന്നു. അത് നിനക്ക് ഏട്ടത്തിയുടെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ്. ഏട്ടത്തിയുടെ മനസ്സിലെ നന്മ കാരണം തന്നെയാണ് വല്യമ്മ ഇപ്പോൾ മാറിയത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. പിന്നെ ഏട്ടത്തിയുടെ സ്വഭാവത്തിനെ പറ്റിയൊന്നും നീ പറയണ്ട. ഏട്ടത്തിയുടെ 7 അയലത്ത് പോലും നീ എത്തില്ല. നിന്നോടല്ലേലും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് അനാമിക രേവതിയെയും വേണുവിനെയും ഇതെല്ലാം വിളിച്ചറിയിക്കുന്നതാണ്. അമ്മ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും അറിയുന്നുണ്ടോ? എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല, അനാമിക പറയുന്നു. എന്താ മോളെ, എന്താ കാര്യം? നിനക്ക് എന്താ അവിടെ പറ്റിയത്?
നീ വെറുതെ എടുത്തു ചാടി ഇങ്ങോട്ടൊന്നും വരല്ലേ. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അമ്മയ്ക്കറിയോ, ഇപ്പോൾ വല്യമ്മയ്ക്ക് എന്നോട് പഴയ പോലെ അങ്ങനെ സ്നേഹമൊന്നുമില്ല. ആ വൃത്തികെട്ടവൾ നയനയുടെ പുറകെയാണ് വല്യമ്മ ഇപ്പോൾ. രണ്ടുപേരെയും ഹണിമൂണിന് പറഞ്ഞു വിട്ടേക്കുവാ വല്യമ്മ. ഇത് കേട്ട് ഞെട്ടിയ രേവതി ചോദിക്കുകയാണ്, ഹണിമൂൺ ട്രിപ്പിനോ? അപ്പം ദേവയാനി ചേച്ചി ഇതിനെല്ലാം സമ്മതിച്ചോ? സമ്മതിച്ചു. പൂർണ്ണ സമ്മതത്തോടെയാണ് വല്യമ്മ അവരെ പറഞ്ഞു വിട്ടേക്കുന്നത്. അല്ല മോളെ, നിങ്ങളുടെ കല്യാണമല്ലേ ഈ അടുത്ത് കഴിഞ്ഞത്? നിങ്ങളല്ലേ ഹണിമൂണിന് പോകേണ്ടത്? ഇത് കേട്ട് ദേഷ്യത്തോട് അനാമിക പറയുകയാണ്, ആരെ കൂട്ടി പോകാൻ? അനിയെ കൂട്ടിയോ? അതിലും ഭേദം പോവാതിരിക്കുന്നത് തന്നെയാണ്. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്തായാലും അമ്മ ഇതെല്ലാം അച്ഛനോട് പറയണം. ഇതിനെല്ലാം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് ഇത് പറയണം. മോളുടെ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് രേവതി വേണുവിന് ഫോൺ കൊടുക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ, ആ നയനെ ആദർശനെയും ഹണിമൂണിന് പറഞ്ഞു വിട്ടേക്കുവാ ദേവയാനി ചേച്ചി, അതും പൂർണ്ണ സമ്മതത്തോടെ. ഇത് കേട്ട് വേണു പറയുന്നു, ആഹാ, കാര്യങ്ങളൊക്കെ അവിടം വരെ ആയോ? എന്താ മോളെ, എന്താ അവിടെ നടക്കുന്നത്? എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ഇവിടെ ഇപ്പം വല്യമ്മ പോലും എന്നെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല. അവളെയാണ് വല്യമ്മയ്ക്ക് കാര്യം. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് വട്ട് പിടിക്കുന്നു. ഇത് കേട്ട് വേണു പറയുകയാണ്, മോള് വിഷമിക്കാതിരിക്കേ, അച്ഛനല്ലേ കൂടെ ഉള്ളത്. അല്ല, അവർ എങ്ങോട്ടാ പോയെന്ന് വല്ലതും അറിയാവോ? ഇല്ലച്ഛ, അതെനിക്കറിയില്ല. ഇവിടെ അടുത്ത് എങ്ങോട്ടോ തന്നെയാണ് പോയേക്കുന്നത്. ഇവിടെ അടുത്ത് തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്തോട്ട് തന്നെ ആയിരിക്കും അവർ പോയത്. ഏതെങ്കിലും റിസോർട്ടിലായിരിക്കും എന്ന് അനാമിക പറയുന്നു. മോൾ എന്തായാലും സങ്കടപ്പെടാതിരിക്കെ. ഈ ഭാഗത്തുള്ള എല്ലാ റിസോർട്ടിലും അച്ഛനറിയാവുന്ന ആൾക്കാരുണ്ട്. മോളുടെ മനസ്സ് വിഷമിപ്പിച്ച് അങ്ങനെ അവർ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. ചിരിച്ചു കളിച്ച് പോയവർ തിരിച്ചു വരുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കും. അത് മോൾക്ക് അച്ഛൻ തരുന്ന ഉറപ്പാണ്. ഇതെല്ലാം കേട്ട് സന്തോഷ് അനാമിക നിൽക്കുകയാണ്. അങ്ങനെ വേണുവും അനാമികയും കൂടെ ചേർന്ന് നയനയുടെയും ആദർശിൻ്റെയും കാറ് ആക്സിഡൻ്റ് ആക്കുകയാണ്. യാത്രക്കിടയിൽ വളരെ സന്തോഷകരമായി അവർ പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ലോറി എതിരെ സ്പീഡിൽ വരികയാണ്. എന്നാൽ ആദർശിന് കാറ് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയും നേരെ ലോറി വന്നിടിക്കുകയും ചെയ്യുകയാണ്. ബോധം നഷ്ടപ്പെട്ട് ആദർശം നയനയും റോഡിലേക്ക് തെറിച്ച് വീണെങ്കിലും അവിടെയുള്ള ആളുകൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ആൾക്കാർ ദേവയാനിയാണ് വിളിച്ച് കാര്യം അറിയിക്കുന്നത്. ഇതെല്ലാം കേട്ട ഉടനെ ചങ്ക് പൊട്ടി നൊന്ത് കരഞ്ഞിരിക്കുകയാണ് ദേവയാനി. എന്നാൽ മറ്റൊരിടത്ത് ഈ വാർത്ത കേട്ടതും അനാമികയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.